Hello everyone, I'm Kirti Sophia Pranachan, and today we'll be continuing the chapter I Have a Dream by Martin Luther King Jr., and this is part 2. In the previous chapter, we had a brief introduction about the author, that is the speaker, Martin Luther King Jr., and I hope you have already witnessed the video in which he is actually telling this particular speech, and if you haven't, go watch it and come back, and now we are moving on to the chapter. Kindly turn to page number 20. I am happy to join with you today in what will go down in history as the greatest demonstration for freedom in the history of our nation. 50 years ago, a great American, in whose symbolic shadow we stand today, signed the Emancipation Proclamation. This momentous decree came as a great beacon, light of hope to millions of Negro slaves who had been seared in the flames of withering injustice. It came as a joyous daybreak to end the long night of their captivity. But 100 years later, the Negro still is not free. 100 years later, the life of the Negro is still sadly crippled by the manacles of segregation and the chains of discrimination. 100 years later, the Negro lives on a lonely island of poverty in the midst of a vast ocean of material prosperity. This nation will rise up and live out the true meaning of its creed. We hold these truths to be self-evident that all men are created equal. സ്റ്റാൻസയിലുടനീളം മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത് ഹി ഈസ് എക്സ്ട്രീംലി ഹാപ്പി ടു ജോയിൻ ഓൾ ദീസ് പീപ്പിൾ ടുഗെദർ ബിക്കോസ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആളുകൾ കൂടിയിരിക്കുന്നത് ഒരു വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹി ഈസ് ടെലിംഗ് 50 years ago, അതായത് ഇറ്റ്സ് എൻ ഓൾഡ് എക്സ്പ്രഷൻ, ഒരു 100 വർഷം മുൻപ് ഒരു വലിയൊരു അമേരിക്കൻ, ആ അമേരിക്കന്റെ ഷാഡോയിലാണ് ഇന്ന് നമ്മൾ നിന്ന് സംസാരിക്കുന്നത്. ഹി ഹാഡ് സൈൻ ദി ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. അപ്പം ഈ അമേരിക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുക, ആ ഗ്രേറ്റ് അമേരിക്കൻ ഇവിടെ സിംബോളിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അബ്രഹാം ലിങ്കനെയാണ്. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക. അദ്ദേഹമാണ് ഈ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ സൈൻ ചെയ്യുന്നത്. ഇൻ ദ ഇയർ January 1st, 1863 ഈ ഒരു സംഗതി നടക്കുന്നത്. ആൻഡ് ആ ഒരു പ്രൊക്ലമേഷനിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ലേവ്സിനും ഫ്രീഡം കൊടുക്കുക, അതേപോലെ തന്നെ എന്താ പറയാ ആൾക്കാർക്ക് എന്താ പറയാ ഒരു ഓത്തറൈസ്ഡ് ആഫ്രിക്കൻ അമേരിക്കൻ മിലിറ്ററി റിക്രൂട്ട്മെന്റ് നടക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഈ ആഫ്രിക്കൻ അമേരിക്കൻസിന് വേണ്ടിയിട്ട്, അതായത് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അബ്രഹാം ലിങ്കൺ ആ ഒരു എന്താ പറയാ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു റെവല്യൂഷനാണ് അന്ന് ഉണ്ടാക്കിയത്. കാരണം ആ കാലഘട്ടത്തിൽ വളരെ ഭീകരമായിട്ട് ഈ കറുത്ത വർഗ്ഗക്കാര് എന്താ പറയാ ഈ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമായിരുന്നു അബ്രഹാം ലിങ്കൺ കൊണ്ടുവന്ന ഈ ഒരു ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. അപ്പൊ ഈ ഒരു സ്പീച്ച് മാർട്ടിൻ ലൂതർ കിങ് നടത്തുന്നത്, ഐ ഹവ് ഓൾറെഡി ടോൾഡ്, അത് നടത്തുന്നത് ലിങ്കൺ മെമ്മോറിയൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു സ്പീച്ച് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ഗ്രേറ്റ് അമേരിക്കന്റെ ആ ഒരു ഷാഡോയുടെ കീഴിൽ നിന്നാണ് അത്. ആ ഒരു ഗ്രേറ്റ് അമേരിക്കൻ ഇവിടെ നമ്മുടെ അബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിന്റെ ആ സ്റ്റാച്യൂവിന്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ റിമൈൻഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഇദ്ദേഹം ഈ ഒരു സ്പീച്ച് നടത്തുന്നത്. ആൻഡ് നൗ ഹി ഈസ് സ്പീക്കിംഗ് അഗൈൻ അബൌട്ട് all the Negro slaves that were there. ഇപ്പോഴും അവിടെ ഈവൻ ദോ ഈ അബ്രഹാം ലിങ്കൺ ഈ ഒരു പ്രൊക്ലമേഷനിൽ സൈൻ ചെയ്തതിന് ശേഷം വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ഓവർ ദി ഇയേഴ്സ് ഈ ഒരു സാധനത്തിന്റെ ഇമ്പോർട്ടൻസ് പോവുകയും നീഗ്രോസ് വീണ്ടും പഴയ പോലെ തന്നെ സഫർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ആൻഡ് അവരുടെ ആ ഒരു ചങ്ങലക്കിടുന്ന ആ ഒരു രീതിയിൽ ഒരു വ്യത്യാസം വരികയോ അവർക്കൊരു ലിബറൽ ആയിട്ടുള്ള ഫ്രീഡം കിട്ടുകയോ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഒരു 100 വർഷത്തിന് ശേഷം ഇപ്പോഴും നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നീഗ്രോസിന് അന്ന് അബ്രഹാം ലിങ്കന്റെ സമയത്ത് എന്ത് ഫ്രീഡം ഇല്ലായ്മ ഉണ്ടായിരുന്നോ, എന്തൊക്കെ പ്രോബ്ലംസ് സഫർ ചെയ്തിരുന്നോ, അതെല്ലാം തന്നെ ഇപ്പോഴും
നീഗ്രോസ് അണ്ടർഗോ ചെയ്യാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് ഇസ് ദ നീഗ്രോ ഇസ് സാഡ്ലി ക്രിപ്പിൾഡ്, ദേ ആർ ഹാവിംഗ് എ ലോട്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദേ ആർ ഇൻ ചെയിൻസ് still now. They are avoided by people. They did not get the opportunity. They were not given proper payment. They were always sidelined. And ippozhum these Negroes are living in poverty, and even though around them the white people are enjoying what you call all the privileges, these poor black people are still not able to have any material prosperity. ഇതൊന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല. ബാക്കിയുള്ളവര് കാശുകാര് ആയിട്ടുള്ള വൈറ്റ്സ് എല്ലാവരും വെളുത്ത വർഗ്ഗക്കാരെല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് അവര് പ്രോസ്പെറിറ്റി എൻജോയ് ചെയ്യുന്നു. ഭയങ്കര കാശും സാമ്പത്തിക നേട്ടവും അതേപോലെ തന്നെ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലും ഒക്കെ നേരിടുന്നുണ്ടെങ്കിലും അപ്പോഴും ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് ആയിട്ടുള്ള ഈ കറുത്ത വർഗ്ഗക്കാര് ഒന്നും തന്നെ ലഭിക്കാതെ, യാതൊരുവിധ നീതിയും ലഭിക്കാതെ, ഒരുവിധ മെറ്റീരിയൽ പ്രോസ്പെറിറ്റിയും ഇല്ലാതെയായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. സോ ഹീസ് ടെലിംഗ് ഈ ഒരു നേഷൻ വിൽ റൈസ് അപ്പ് ആൻഡ് ലിവ് ഔട്ട് ദ ട്രൂ മീനിങ് ഓഫ് ഇറ്റ്സ് ക്രീഡ്. സോ ഈ ഒരു രാജ്യം ഇനി അത് ഉയർന്ന് അതിന്റെ യഥാർത്ഥ മീനിങ്ങിൽ അത് ജീവിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഈ ലോകത്ത് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. ദർ ഇസ് നോ privileges for anybody and everybody is equal. ആ ഒരു ഇക്വാലിറ്റി നമ്മുടെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലേക്ക് വരും എന്നാണ് ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയുന്നത്. I have a dream that one day on the red hills of Georgia, the sons of former slaves and the sons of former slave owners will be able to sit down together at the table of brotherhood. So ഇതില് അദ്ദേഹം പറയുന്നത് ഒരു നാള് വരും നമ്മുടെ ജോർജിയയുടെ റെഡ് ഹിൽസില് പണ്ട് സ്ലേവുകളായിരുന്ന ആളുകളുടെ മക്കളും അതേപോലെ തന്നെ സ്ലേവ്സിനെ വെച്ചുകൊണ്ടിരുന്ന യജമാനന്മാരുണ്ടായിരുന്നു, അവരുടെ മക്കളും കൂടെ ഒരുമിച്ച് ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്ന് വർത്താനം പറയുകയും ഭക്ഷണം കഴിക്കുകയും ആ ഒരു ബ്രദർഹുഡ് ഷെയർ ചെയ്യുന്ന ഒരു കാലം വരും എന്നൊരു ഹോപ്പാണ്, ഒരു സ്വപ്നമാണ് ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. Then he's telling, I have a dream that one day even the state of Mississippi, a state sweltering with the heat of injustice, sweltering with the heat of oppression, will be transformed into an oasis of freedom and justice. So ആ കാലഘട്ടത്തിൽ മിസിസിപ്പിയില് ഒരുപാട് ഇൻജസ്റ്റിസും ഒപ്രഷനും ഒക്കെ ഈ കറുത്ത വർഗ്ഗക്കാർ നേരിടുന്നുണ്ടായിരുന്നു. ആൻഡ് ഹീ ഹാസ് എ സ്ട്രോങ് ബിലീഫ് ഓർ എ ഡ്രീം വിത്തിൻ ഹിം ആൻഡ് ഹീ ഈസ് ആബ്സല്യൂട്ട്ലി ഷുവർ ദാറ്റ് ഈ മിസിസിപ്പി എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റും ഒരു നാൾ അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അത് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചേ മതിയാകൂ. ഈ നാടും ഫ്രീഡവും അതേപോലെ നീതിയും ഒക്കെ കിട്ടുന്ന ഒരു നാടായി മാറും മിസിസിപ്പി എന്നാണ് അദ്ദേഹം പറയുന്നത്. I have a dream that my 4 little children will one day live in a nation where they will not be judged by the color of their skin, but by the content of their character. So ഇവിടെ അടുത്തൊരു വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് അദ്ദേഹം പറയുന്നത്, എന്റെ 4 മക്കള് കുഞ്ഞു പിള്ളേരാണ്, ആ മക്കള് ഒരു കാലത്ത് ഈ നാട്ടിൽ ജീവിക്കും. ആ ജീവിക്കുന്ന കാലഘട്ടത്തില് അവരുടെ സ്കിന്നിന്റെ കളറിലാൽ അല്ല, പകരം അവരുടെ ക്യാരക്ടർ കൊണ്ട്, അവരുടെ കഴിവ് എന്താണ് എന്ന അളന്നായിരിക്കും അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. ഇന്ന് ആ നാട്ടില് കളർ എന്ന് പറയുന്നത് കറുത്ത കളറായി പോയി എന്ന പേരിൽ ഒരുപാട് അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു. ഒരിക്കലും സമൂഹത്തിൽ ഉയരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടം അവസാനിക്കും എന്നൊരു സ്വപ്നമാണ് ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഷെയർ ചെയ്യുന്നത്. സോ ഐ ഹാവ് എ ഡ്രീം ടുഡേ, ഇന്നത്തെ എന്റെ സ്വപ്നം അതാണ്. ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ down in Alabama, with its vicious races, with its governor having his lips dripping with the words of interposition and nullification, one day, right there in Alabama, little black boys and black girls will be able to join hands with little white boys and white girls as sisters and brothers. I have a dream today. So here he is stating another state, Alabama. അവിടെയാണെങ്കിൽ വളരെയധികം തീവ്രമായിട്ടുള്ള റേസിസമാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ ഗവർണേഴ്സ് പോലും അവരുടെ ഗവർണറായിട്ട് ഭരിച്ചിരുന്ന ആള് പോലും ഈ
കറുത്ത വർഗ്ഗക്കാരെ വിളിച്ചിരുന്ന പേരുകൾ വളരെ മോശമായിട്ടായിരുന്നു. ഈ കറുത്ത വർഗ്ഗക്കാർക്ക് യാതൊരുവിധ വാല്യൂവും കൊടുത്തിട്ടില്ല. അവരെ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു സംഗതി പോലെയായിരുന്നു ആള് ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് പറയാണ്, ദാറ്റ് ഇസ് ഒരു നാൾ വരും അലബാമയിൽ, ആ നാളിൽ ഈ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കുഞ്ഞി ആൺകുട്ടികളും പെൺകുട്ടികളും അവർ വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കൈകൾ പിടിച്ച് കോർത്തിണങ്ങി അവർ ഒരുമിച്ച് നടന്ന് ബ്രദേഴ്സ് ആണ്, സിസ്റ്റേഴ്സ് ആണ് എന്ന് അഡ്രസ് ചെയ്യുന്ന ഒരു കാലം വരും എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് ദാറ്റ് ഇസ് ഹിസ് ഡ്രീം. So that's all for today. We'll continue in the next class. Thank you.